നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു സന്ദർഭം ഏതാ? ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോഴാണ്. ഹംസ റളിയല്ലാഹുവിന്റെ എല്ലാമാണ്. ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഉഹദിൽ നിന്നാണ്. വഹ്ശിയാണ് ചാക്കുയരാണ്. ഹിന്ദ് ഏൽപ്പിച്ചിട്ടാണ് ചെയ്തത്. ആ ഹംസറല്ലാഹു പെടഞ്ഞു വീണപ്പോൾ ശത്രുക്കൾ ഓടി വന്ന് ഹംസറല്ലാഹുവിനെ പെട്ടെടുക്കാൻ തുടങ്ങി. ബലിമൃഗത്തിനകത്തുന്ന പോലെ ജീവനോടെ അരിശത്തീരാത്തോണ്ട് കടാര കത്തിയെടുത്തിട്ട് കഴുത്തു മുതൽ പൊക്കിൾ വരെ തീർന്ന അവരെ വാശിയും വെറുപ്പും ഇല്ല. രണ്ടു വാക്കും ശത്രുക്കൾ നിന്നിട്ട് വയറിന്റെ തോലിങ്ങനെ പൊളിച്ചെടുത്ത് എന്നിട്ട് കരൾ ചവച്ചിട്ട് ഹിന്ദ് തുപ്പിയിട്ട് ഇത് കണ്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നേരം അവിടുന്ന് കരഞ്ഞത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയേണ്ട ഇത്ര അധികം കരഞ്ഞ വേറെ സന്ദർഭമില്ല. ഈ ഹംസ റളിയല്ലാഹു അൻഹു കൊന്ന ആള് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ റസൂൽ സ്വീകരിച്ചില്ല. ഇതിന് നേതൃത്വം കൊടുത്ത വഹ്ശിയപ്പ ഇസ്ലാമിലേക്ക് വരുന്നത്, ഇതിനെ ഏൽപ്പിച്ച ഹിന്ദപ്പഴ ഇസ്ലാമിലേക്ക് വരുന്നത്. ഹിന്ദ് ഇസ്ലാമിലേക്ക് വരുന്ന രംഗം ചരിത്രത്തിലുണ്ട്. മക്കം ഫതഹിന്റെ അതാ വരുന്നത്. എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂട്ടായി ഇസ്ലാമിലേക്ക് വരുന്നത്. പെണ്ണുങ്ങൾ വന്നാല് നേരെ ബൈഅത്ത് കൈകൊണ്ട് പിടിക്കൂല, മറന്റെ അപ്പുറത്ത് പെണ്ണുങ്ങളെ നിർത്തി. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈഅത്ത് ചെയ്യുമ്പോൾ ഇപ്പുറത്തുനിന്ന് പറഞ്ഞു, അല്ലാ യുശ്രിക്ന ബില്ലാഹ്, സ്ത്രീകളെ ഇസ്ലാമിലേക്ക് വന്നാൽ ശിർക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ് ശിർക്ക് ചെയ്യാനാകും പിന്നെ ഇസ്ലാമിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കാര്യമായിട്ട് പറയണത്. അടുത്ത തങ്ങളുടെ വർത്താനം, വലാ യസ്രിഖ്ന, മോഷണം നടത്തരുത് ഇസ്ലാമിലേക്ക് വന്നാൽ. അതെന്തായാലും നമ്മൾ നടത്തൂലല്ലോ. അപ്പുറത്തുനിന്ന് മക്കളെ കൊല്ലരുത്, ആണായാലും പെണ്ണായാലും. അതെല്ലാം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യം ഒന്ന് പറയും. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ്, നമ്മളെന്താ അടിമ പെണ്ണുകളാ? എവിടെ പോയിട്ട് കിടന്നുകൊടുക്കാൻ സ്വതന്ത്ര പെണ്ണുങ്ങളല്ലേ? അപ്പൊ ഈ റസൂൽ പറയുന്നതിനെല്ലാം ട്രോളാണ്. അപ്പുറത്തുനിന്ന് ആരായി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ എതിര് പറയുന്നത് ആരാണ്? ഹിന്ദാണോ? അതെ, ഹിന്ദ് തന്നെയാണ്. എന്റെ ഇസ്ലാം സ്വീകരിക്കൂലേ? പാവല്ലേ? റസൂലുള്ളാഹിക്ക് വേണമെങ്കിലാണ് വേണ്ട, നിന്റെ ഇസ്ലാം സ്വീകരിക്കാനില്ല എന്നൊക്കെ പറയാം. പഴയ ഓർമ്മയിലും വെച്ചിട്ട് അവിടുന്ന് പാവം പറയുന്നില്ല. എല്ലാവരും ഇസ്ലാം സ്വീകരിക്കുന്ന പറയണം. നമ്മുടെ നേതാവിന്റെ കരുണ എല്ലാവരും നന്നാവണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.